ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടമ്മി ഫിൽസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒന്ന് കോട്ടയം സ്റ്റൈൽ അടിപൊളി മീൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ മീൻ കടയിൽ പോയി മീനൊക്കെ വാങ്ങി അതൊക്കെ പീസാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് മുള്ളില്ലാതെ പീസ് മീനായിട്ട് ഉപയോഗിക്കാനായിട്ട് താല്പര്യം, അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ചു, അത് ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉലുവ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ, കടുക് നമ്മൾ ചേർത്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു 3-4 കൊച്ചുള്ളി, ചെറിയുള്ളി അരിഞ്ഞതും കൂടെ നമ്മൾ ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 പച്ചമുളക് കീറിയതിട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്കൊരു 5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഈ മസാലയ്ക്കകത്തോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് മസാല ഒന്ന് വറ്റി വരുമ്പോഴത്തേനും വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒരു 2-3 തവണ അങ്ങനെ മൂപ്പിച്ചെടുക്കുകയാണ്. മസാലയ്ക്ക് നല്ല രുചിയായിരിക്കും. ഞാനിതിലത് കാണിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിലേക്ക് ബാക്കി നമുക്ക് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പുളിക്കനുസരിച്ച് കുടംപുളിയും ഉപ്പിനനുസരിച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഇടാം. ഇനി മീൻ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മീനിലെല്ലാം അരപ്പ് മുങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ മീനെല്ലാം കഷ്ണങ്ങളെല്ലാം മുങ്ങി കിടത്തിയിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് നമ്മൾ സ്പൂണിട്ട് ഇളക്കാതെ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ചട്ടിയൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്പൂണിട്ട് ഇളക്കുമ്പോൾ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ കോട്ടയം സ്പെഷ്യൽ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.